നമസ്കാരം. എംസിയുടെ സിലബസിന് കീഴിൽ വരുന്ന PCB റീവർക്ക് എന്ന മോഡ്യൂളിലെ ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസ്ചാർജ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസ്ചാർജ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസ്ചാർജ് അറിയുന്നതിന് മുന്നേ എന്താണ് ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് നമുക്ക് അറിയണം. ഓക്കെ, നമുക്കറിയാം രണ്ട് ഒബ്ജക്ട്സ് തമ്മിൽ ടച്ച് ആയി കഴിയുമ്പോൾ ടച്ച് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഉണ്ടാവുന്ന ഒരു ഫിനോമിനയാണ് ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇലക്ട്രിക് ചാർജ് അറ്റ് റെസ്റ്റിലിരിക്കുന്ന രണ്ട് ഒബ്ജക്ട്സിനെ കോണ്ടാക്ട് ചെയ്ത് ദെൻ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇലക്ട്രിക് ചാർജ് ആണ് ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഫിസിക്സിലൊക്കെ ഇതിന് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതായത് എ ബലൂൺ ഈസ് റബ്ഡ് അഗെയിൻസ്റ്റ് വൺസ് ഹെയർ, അല്ലെങ്കിൽ ഒരു നമ്മൾ എയ്ത്തിലൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു സ്കെയിൽ എടുത്ത് ഹെയറിൽ റബ്ബ് ചെയ്തതിന് ശേഷം പേപ്പറിൽ ടച്ച് ചെയ്യാൻ നോക്കുമ്പോൾ പേപ്പർ അല്ലാണ്ട് തന്നെ അട്രാക്റ്റ് ആവും. ഓക്കെ, അതൊക്കെ ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയുടെ ഒരു എക്സാമ്പിൾസ് ആണ് പറഞ്ഞതൊക്കെ. അപ്പോൾ എന്താണ് പറയാൻ നമുക്ക് സാധിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മെറ്റീരിയൽസും ചാർജ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനൊരു മെക്കാനിസം, അതിന് അപ്പോൾ അവിടെ സംഭവിക്കുന്ന കുറച്ച് മെക്കാനിസം കാണും ഇങ്ങനെ ചാർജ് ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് 3 മെക്കാനിസംസ് ആണ്: ഫ്രിക്ഷൻ, കണ്ടക്ഷൻ, ഇൻഡക്ഷൻ. ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ചാർജിങ് ബൈ റബ്ബിങ് ഡിഫറെന്റ് മെറ്റീരിയൽസ് അഗെയിൻസ്റ്റ് ഈച്ച് അതർ. അപ്പൊ അതാണ് ഞാനിപ്പോ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ, ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് വിടുക എന്നുള്ളത്. ഓക്കെ, ദെൻ കണ്ടക്ഷൻ എന്ന് പറയുമ്പോൾ ചാർജിങ് ഓഫ് ന്യൂട്രൽ ഒബ്ജക്ട്സ് ബൈ കോണ്ടാക്ട് വിത്ത് ആൻ ഓൾറെഡി ചാർജ്ഡ് ഒബ്ജക്ട്. തേർഡ് വൺ, ഇൻഡക്ഷൻ, ചാർജിങ് ഓഫ് ന്യൂട്രൽ ഒബ്ജക്ട്സ് വിത്തൗട്ട് കോണ്ടാക്ട് ഓഫ് അതർ നിയർ ബൈ ചാർജ്ഡ് ഒബ്ജക്ട്സ്. അപ്പൊ ബൈ കോണ്ടാക്റ്റിൽ വരുന്നതാണ് കണ്ടക്ഷൻ, വിത്തൗട്ട് കോണ്ടാക്റ്റിൽ വരുന്നതാണ് ഇൻഡക്ഷൻ. അതായത് ന്യൂട്രൽ ഒബ്ജക്ട്സിന്റെ. ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് മെറ്റീരിയൽസ് ജസ്റ്റ് റബ്ബ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ് ഫ്രിക്ഷൻ, അല്ലെ? അപ്പൊ മോസ്റ്റ് കോമൺലി നമ്മൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഉണ്ടാവാനുള്ള ഒരു മോസ്റ്റ് കോമൺ മെക്കാനിസം ആണ് ഈ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അതായത് അവിടെ എന്ത് സംഭവിക്കുന്നു, രണ്ട് ബോഡിയുടെ ഒരു കോണ്ടാക്റ്റും സെപ്പറേഷനും നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ടൈപ്പ് എഫക്റ്റിനെയാണ് നമ്മൾ ട്രൈബോ ഇലക്ട്രിക് ചാർജിങ് എന്ന് പറയുന്നത്. ഓക്കെ, ട്രൈബോ ഇലക്ട്രിക് ചാർജിങ് എന്ന് പറയുന്നത് നമ്മൾ ഇതിനെയാണ് പറയുന്നത്. അവിടെ എന്താ സംഭവിക്കുന്നത്, രണ്ട് ഒബ്ജക്ട്സ്, ഇപ്പൊ സപ്പോസ് ഒബ്ജക്ട് എ ഒബ്ജക്ട് ബി ഉണ്ടെന്ന് വിചാരിക്കാം. അത് ജസ്റ്റ് കോണ്ടാക്ട് ചെയ്തു. കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ ട്രാൻസ്ഫർ അവിടെ നടക്കുന്നുണ്ട്. അതായത് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം വൺ മെറ്റീരിയൽ ടു ദി അതർ. അപ്പൊ ഈ ഫിഗറിൽ നിങ്ങൾ നോക്കുക, ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ആവുന്നുണ്ട്. ട്രാൻസ്ഫർ ആയതിനു ശേഷം ഇത് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഒരു ഒബ്ജക്റ്റ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആവുകയും മറ്റ് ഒബ്ജക്റ്റ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആവുകയും ചെയ്യും. അതായത് ഒരെണ്ണത്തിന് ലൂസ് ഇലക്ട്രോണും ഒരെണ്ണത്തിന് ഗെയിൻ ഇലക്ട്രോണും സംഭവിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് എത്രത്തോളം സംഭവിക്കുന്നു, അപ്പൊ ഇതിനെയാണ് നമ്മൾ ആ ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ചാർജിങ്, ട്രൈബോ ഇലക്ട്രിക് ചാർജിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റാറ്റിക് ചാർജ് ജനറേറ്റ് ചെയ്യുന്നതിന്റെ എമൗണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇപ്പൊ പറയാൻ പോകുന്ന കാര്യങ്ങളിലാണ്. അതായത് നേച്ചർ ഓഫ് മെറ്റീരിയൽസ്, ഫ്രിക്ഷൻ, സ്പീഡ് ഓഫ് സെപ്പറേഷൻ, ഏരിയ ഓഫ് കോണ്ടാക്ട്, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഓഫ് ദി എൻവയോൺമെന്റ്, സർഫസ് വർക്ക് ഫംഗ്ഷൻ. മെറ്റീരിയലിന്റെ നേച്ചർ ഡിപ്പെൻഡ് ചെയ്യും, ഫ്രിക്ഷൻ എന്തോരം ഉണ്ടെന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യും, സ്പീഡ് ഓഫ് സെപ്പറേഷൻ എത്ര പെട്ടെന്നാണ് നമ്മൾ കോണ്ടാക്ട് ചെയ്ത് സെപ്പറേറ്റ് ആവുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതേപോലെ ഈ കോണ്ടാക്ട് ആവുന്ന ഏരിയ, പിന്നെ അതേപോലെ അറ്റ്മോസ്ഫിയറിലെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, ഇതിനെല്ലാം ഈ ചാർജിങ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചാർജിങ് നടക്കുന്ന ടൈമിൽ, അതായത് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എർത്തടിക്കുക എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് ചെറിയ രീതിയിൽ ചില സ്ഥലത്ത് ഷോക്ക് അനുഭവപ്പെടാറുണ്ടല്ലേ ചില ടൈമിൽ. അപ്പൊ അതിന്റെ കാരണം ഈ ചാർജ് ജനറേഷനാണ്. നമ്മുടെ ബോഡി മറ്റൊരു ഒബ്ജക്റ്റുമായിട്ട് ടച്ച് ആയിട്ട് നമ്മൾ വിടുമ്പോൾ പെട്ടെന്ന് എർത്തടിച്ച പോലെ തോന്നും. അതായത് രണ്ടും രണ്ട് ചാർജ് പാർട്ടിക്കിളായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ലോവർ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഉള്ള ഒരു സ്ഥലമാണെങ്കിൽ അവിടെ ചാർജ് ജനറേഷൻ ഭയങ്കര കൂടുതലായിരിക്കും. അതായത് ഇപ്പൊ പ്ലാസ്റ്റിക്
അങ്ങനെയുള്ള ഇപ്പൊ എന്താ പറയാ ഹ്യൂമിഡിറ്റി ഇല്ലാത്ത മെറ്റീരിയൽസ് അതിനെ എല്ലാത്തിനും നമുക്ക് ജനറേറ്റ് ചെയ്യുന്ന സ്റ്റാറ്റിക് ചാർജ് ഭയങ്കര കൂടുതലായിരിക്കും. ഏറ്റവും കൂടുതൽ ജനറേറ്റ് ചെയ്യുന്നത് പ്ലാസ്റ്റിക്സിലാണ് ജനറേറ്റ് ചെയ്യണതെന്ന് പറയും. അതായത് നമുക്കൊരു ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു മില്ലി സെക്കൻഡ് എന്ന് പറയാൻ പറ്റില്ല, ഭയങ്കര ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ്, ഇപ്പൊ എക്സാമ്പിൾ പറയാൻ പറ്റുന്നത് അൺവൈൻഡിങ് ഓഫ് എ റോൾ ഓഫ് ടേപ്പ്. നമ്മൾ ടേപ്പ് പൊളിക്കുമ്പോൾ അവിടെ ചാർജ് ഫീൽ ആവുന്നുണ്ടെന്നാ പറയുന്നത്. അതായത് നമുക്കത് ഫീൽ ചെയ്യാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചാർജ് പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയുന്നത് ഒരു വോൾട്ടേജ് അവിടെ ഉണ്ടാവുക എന്നുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവുക. ആ പൊട്ടൻഷ്യൽ ഭയങ്കരമായിരിക്കും, പക്ഷേ കറണ്ട് കുറവായത് കാരണമാണ് നമുക്കത് ഫീൽ ചെയ്യാത്തത്. അത് ഫീൽ ചെയ്യണമെങ്കിൽ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് വോൾട്ടേജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് ഫീൽ ആവുള്ളൂ, അല്ലെങ്കിൽ കറണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫീൽ ആവൂ. സെക്കൻഡ് എക്സാമ്പിൾ ആണ് ഗ്യാസ് ഓർ ലിക്വിഡ് മൂവിങ് ത്രൂ എ ഹോസ് ഓർ എ പൈപ്പ്. Next, third, a person walking across a floor with heels and soles contacting and separating from the floor. നടക്കുമ്പോഴും ഒരു ഫ്ലോറിൽ നടക്കുമ്പോൾ പോലും ചാർജ് ജനറേറ്റ് ആവുന്നുണ്ട്, പക്ഷെ നമുക്കത് ഷോക്കായിട്ട് ഫീൽ ചെയ്യാത്ത എന്തുകൊണ്ടാണ്, ഇലക്ട്രിക് ഷോക്കായിട്ട് വരാത്ത എന്തുകൊണ്ടാണ്, കറണ്ട് കുറവായത് കൊണ്ടാണ് നമുക്കത് ഫീൽ ചെയ്യാത്തത്. അപ്പൊ ഇതും നമ്മള് ഫിസിക്സിലൊക്കെ പഠിക്കുന്ന കാര്യമാണ്. ട്രൈബോ ഇലക്ട്രിക് സീരീസ് ഉണ്ട്. അതായത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആവുന്ന മെറ്റീരിയലും നെഗറ്റീവ്ലി ചാർജ്ഡ് ആവുന്ന മെറ്റീരിയലും തമ്മിൽ ഒരു സീരീസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലെ ഏറ്റവും പോസിറ്റീവ് ചാർജ് കാണിക്കുന്ന ഏതാണ്, ഹെയർ ആണ്. ഏറ്റവും നെഗറ്റീവ് ചാർജ് കാണിക്കുന്നത് ടെഫ്ലോൺ ആണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു ഓർഡറിലായിരിക്കും പോസിറ്റീവ് നെഗറ്റീവ് ഫോം ചെയ്യുന്നത്. അപ്പൊ അതായത് കോൺസിക്യൂട്ടീവ്സ് തന്നെ ഇപ്പൊ ഹെയറും നൈലോണും എടുക്കുകയാണെങ്കിൽ ഹെയർ പോസിറ്റീവായിട്ട് നിൽക്കും, നൈലോൺ നെഗറ്റീവായിട്ട് നിൽക്കും. അങ്ങനെ പോസിറ്റീവ് സൈഡിൽ ഫസ്റ്റ് വരുന്ന ഏതാണ് അത് പോസിറ്റീവായിട്ടും, താഴോട്ട് വരുമ്പോൾ അതായത് ഈ ഫിഗറിൽ ലെഫ്റ്റിലോട്ട് നീങ്ങുമ്പോൾ ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അത് നെഗറ്റീവായിട്ട് നിൽക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു റാപ്പിഡ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജ് ബിറ്റ്വീൻ ബോഡീസ് അറ്റ് ഡിഫറെന്റ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസ്ചാർജ് വന്നത്. അതായത് റാപ്പിഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആണ് അല്ലേ, ചാർജ് ട്രാൻസ്ഫർ ചെയ്യാണ്, പക്ഷെ നമുക്ക് ഫീൽ ചെയ്യാത്തത് എന്താണ്, കറണ്ട് കുറവായതുകൊണ്ട്. അപ്പോൾ ഇവിടെ ESD, ഞാൻ ഇനി ESD എന്ന് പറയാം, ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസ്ചാർജ്. ഓക്കെ, അപ്പൊ ESD ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ മോസ്റ്റ്ലി ഇത് ഒക്കർ ആവുന്നത് ഒരു ഡയറക്റ്റ് ഹ്യൂമൻ കോണ്ടാക്ട് വരുമ്പോഴാണ് സാധാരണ നമുക്കിത് കൂടുതലും കാണാൻ സാധിക്കുന്നത്. അത് കൂടാതെ ഈ പറയുന്നത് സംഭവിക്കുന്നത് എവിടെയാ, അതായത് നമ്മൾ ഈ PCB വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സോൾഡറിങ് ഒക്കെ ചെയ്യുമ്പോൾ ESD ഉണ്ടാവുന്ന ഏരിയാസ് വളരെ കൂടുതലാണ്, ഉണ്ടാവാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ സേഫ്റ്റി പ്രിക്കോഷൻസ് ഒന്നും ഇല്ലെങ്കിൽ ഈ പറയുന്ന ഷോക്ക് സംഭവിക്കാം. അതായത് ഞാൻ പറഞ്ഞു ഇപ്പൊ ഹൈ വോൾട്ടേജ് വർക്കിംഗ് ഏരിയയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഡിസ്ചാർജ് വളരെ കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് ഹൈ കറണ്ട് ആയിട്ട് തന്നെ ആക്ട് ചെയ്യാം. ഇപ്പൊ നമ്മൾ നോർമലി നടക്കുമ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നമ്മളൊരു ടേപ്പ് അൺറോൾ ചെയ്യുമ്പോൾ വരുന്നു എന്നൊക്കെ പറയുന്നത് നമുക്ക് അവിടെ ഒന്നും കറണ്ട് പ്രൊഡ്യൂസ് ആവുന്നില്ല. പക്ഷെ നമ്മളൊരു വർക്കിംഗ് സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ഈ ESD വരിക എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഷോക്കായിട്ട് തന്നെ അത് മാറും. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ESD? മൂവ്മെന്റ് ഓഫ് ബോഡി. മൂവ്മെന്റ് അതായത് നമുക്ക് എന്ത് മൂവ്മെന്റ് വേണമെങ്കിലും വരാല്ലേ, നമ്മൾ വർക്ക് സ്റ്റേഷനിൽ നടക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം, അല്ലെങ്കിൽ വേറെ സാധനങ്ങൾ എടുത്ത് മാറ്റാം അല്ലേ. അപ്പൊ മൂവ്മെന്റ് ഓഫ് ബോഡി. ദെൻ ഡ്രൈ അറ്റ്മോസ്ഫിയർ ഓർ ലോ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. അപ്പൊ നേരത്തെ പറഞ്ഞു ലോ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ഡ്രൈ അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ കൂടുതൽ ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. യൂസ് ഓഫ് പ്ലാസ്റ്റിക്, സിന്തറ്റിക് ആൻഡ് ഇൻസുലേറ്റർ. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, പ്ലാസ്റ്റിക് യൂസ് ചെയ്യുമ്പോൾ ചാർജ് കൂടുന്നുള്ളത്. ദെൻ റെസിസ്റ്റൻസ് ഓഫ് ദി ആക്ച്വൽ ഡിസ്ചാർജ് സർക്യൂട്ട്. അതായത് അവിടെ നമ്മൾ വർക്ക് ചെയ്യുന്ന എൻവയോൺമെന്റിൽ ഡിസ്ചാർജ് ചെയ്യുന്ന ആ പാത്തിന്റെ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നതിനെ ഡിപ്പെൻഡ് ചെയ്യും. ദെൻ കോണ്ടാക്ട് റെസിസ്റ്റൻസ് അറ്റ് ദ ഇന്റർഫിയേഴ്സ് ബിറ്റ്വീൻ കോണ്ടാക്ടിങ് സർഫസസ്. നമ്മൾ എന്തുമായിട്ടാണ് കോണ്ടാക്ട് ചെയ്യുന്നത്, ചിലപ്പോൾ വെറും ഒരു ടേബിൾ ആയിരിക്കും, ആ ടേബിൾ ആയിട്ടുള്ള ഒരു കോണ്ടാക്ട് റെസിസ്റ്റൻസ് ഉണ്ടാവും, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ത് ESD എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു
ESD ഉണ്ടാവാൻ സാധ്യതയുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ്. അതായത് വർക്ക് പ്ലേസിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള എക്സാമ്പിൾസ് പറയുന്നത് ഓപ്പണിംഗ് എ കോമൺ പ്ലാസ്റ്റിക് ബാഗ്, റിമൂവിങ് ആൻ അഡ്ഹസീവ് ടൈപ്പ് from a roll or container, walking across the floor and grabbing the doorknob, transporting computer boards or components around their trays on non-ESD cards. ഇതൊക്കെ എന്താണ് non-ESD cards എന്തൊക്കെയാണെന്ന് പറയാം. സ്ലൈഡിംഗ് സർക്യൂട്ട് ബോർഡ്സ് ഓൺ എ വർക്ക് ബെഞ്ച്. ഇതൊക്കെ അതായത് നമ്മുടെ ഒരു വർക്ക് ബെഞ്ചിന്റെ കാര്യമാണ് പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു സോൾഡറിങ്ങോ PCB വർക്കൊക്കെ ചെയ്യുന്ന സമയത്തുള്ള ഒരു ഉണ്ടാവാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്, സേഫ്റ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഒരു ടിപ്പിക്കൽ വോൾട്ടേജ് ലെവൽസ് ഓഫ് ESD ജനറേഷൻ. ഓക്കെ, അതായത് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾസിലൊക്കെ എത്ര വോൾട്ട് ജനറേറ്റ് ആവുന്നു എന്നുള്ളതിന്റെ കുറച്ച് ടിപ്പിക്കൽ വാല്യൂസ് ആണ്. റിലേറ്റീവ് ഹ്യൂമിഡിറ്റിനെ ബേസ് ചെയ്താണ് ഈ വാല്യൂസ് ഉള്ളത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എന്താ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കുറവുള്ള സ്ഥലത്ത് ജനറേറ്റ് ചെയ്യുന്ന ചാർജ് കൂടുതലാണ്. അതായത് വോൾട്ട്, അപ്പം ചാർജ് ഇസ് പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ് നമുക്കറിയാം അല്ലെ. അപ്പോൾ വോൾട്ടേജ് കൂടുതലാണ്. അപ്പം ആദ്യം കാണിച്ചിരിക്കുന്നത് എന്താണ്, 10 to 25% ഓഫ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഉണ്ട്. സെക്കൻഡ് കോളത്തില് 65 to 90% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. അപ്പോൾ ഓരോ എക്സാമ്പിൾസിനും ഉള്ള വോൾട്ടേജ് ആണ്. അപ്പോൾ വാക്കിംഗ് അക്രോസ് കാർപ്പറ്റ് 35,000 വോൾട്ട് അവിടെ ജനറേറ്റ് ആവുന്നുണ്ട്. അതേസമയത്ത് ഹ്യൂമിഡിറ്റി കൂടുതലാണെങ്കിൽ 1500 വോൾട്ട് അവിടെ വരുന്നുള്ളൂ. വാക്കിംഗ് അക്രോസ് വിനൈൽ ടൈൽ 12,000 വോൾട്ട്. വർക്കർ അറ്റ് ബെഞ്ച് 6,000 വോൾട്ട്. പോളിബാഗ് പിക്ഡ് അപ്പ് ദി ബെഞ്ച് 20,000 വോൾട്ട്. ചെയർ വിത്ത് യൂറിത്തീൻ ഫോം 18,000 വോൾട്ട്. അപ്പൊ കണ്ട, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കുറവുള്ള സ്ഥലത്തൊക്കെ ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് വളരെ 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 കൂടുതലാണ്. അതേസമയത്ത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കൂടുതലുള്ള സമയത്ത് ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് അതിന്റെ എത്രയോ മടങ്ങ് കുറവാണ് അല്ലെ. അപ്പം അവിടെ നമുക്ക് എന്ത് സംഭവിക്കാം, വോൾട്ടേജ് കുറയുമ്പോൾ കറണ്ട് ഇൻക്രീസ് ആവുന്നുണ്ട് അല്ലെ. അപ്പൊ അവിടെ ഒരു ഒരു ഷോക്ക് അല്ലെങ്കിൽ ഒരു ESD നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഹ്യൂമൻസിൽ വരുമ്പോൾ എങ്ങനെയാണ് എഫക്റ്റ്? ഹ്യൂമൻസിൽ അതായത് നമ്മുടെ ബോഡിയും കണ്ടിന്യൂസ്ലി ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജ് ജനറേറ്റ് ചെയ്യുകയും റിലീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കറണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്കത് ഫീൽ ചെയ്യാത്തത്, ഇലക്ട്രിക് ഷോക്കായിട്ട് ഫീൽ ചെയ്യാത്തത്. അതായത് നമുക്ക് ഇപ്പൊ ഫീൽ ഹിയർ സീ നമ്മുടെ സെൻസസ് എല്ലാം ഈ ESD ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നമ്മൾ ഫീൽ ചെയ്യുമ്പോഴേക്കും ഗ്രേറ്റർ ദാൻ 3500 വോൾട്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഹിയർ ഗ്രേറ്റർ ദാൻ 5000 വോൾട്ട്, സി ഗ്രേറ്റർ ദാൻ 8000 വോൾട്ട്. അപ്പൊ ഇതെല്ലാം നമ്മുടെ ബോഡിയും ഓട്ടോമാറ്റിക്കലി ESD ജനറേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഡിവൈസസിന്റെ കേസിൽ വരുമ്പോൾ ഈവൻ ലെസ് ദാൻ 100 വോൾട്ട് മൈറ്റ് ഡാമേജ് എ കമ്പോണന്റ് അല്ലെ. നമ്മൾ സോൾഡർ ചെയ്യുന്നത് വളരെ ചെറിയ കമ്പോണൻസ് ആണ് അല്ലെ, സർഫസ് മൗണ്ട് കമ്പോണൻസ് ആണ്. അപ്പം അവിടെ 100 വോൾട്ടേജ് താഴെ തന്നെ വരുമ്പോൾ ഈ കമ്പോണന്റിനെ ഡാമേജ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ ടൈനി കണ്ടക്റ്റീവ് പാത്സ് ക്യാൻ ഈസിലി ബി ഡാമേജ്. ചെറിയ കണ്ടക്റ്റീവ് പാത്ത് ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു ഷോർട്ട് ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് ഡാമേജ് ആവും. ഓക്കെ, അപ്പോൾ ഡാമേജ് ഇസ് കോസ്ഡ് ബൈ ദി ESD ഇവന്റ്സ്. അപ്പോൾ ഓരോ ESD ഇവന്റ്സ് ഉണ്ട്, എങ്ങനെ വരാം, എങ്ങനെ ESD പ്രൊഡ്യൂസ് ആവാം എന്നുള്ള കേസസ് ഉണ്ട്. ദെൻ ഈ ESD സെൻസിറ്റിവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതിന്റെ ഫെയിലിയർ. ഓക്കെ, ഇതിന്റെ ഈ ഡിവൈസിന്റെ ഫെയിലിയർ ESD സെൻസിറ്റിവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓരോ ഡിവൈസസിനും ഒരു പർട്ടിക്കുലർ ESD സെൻസിറ്റിവിറ്റി ഉണ്ട്. ഓക്കെ, ഇത്ര വോൾട്ട് എന്നുണ്ട്. അപ്പൊ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഡിവൈസസ് ഫെയിലിയർ ആവുന്നത്, റൺ ആവുന്നതൊക്കെ. ഓക്കെ, പക്ഷേ ഇത് വളരെ ചെറിയ കമ്പോണൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല അത് ഡാമേജ് ആണോ അല്ലെങ്കിൽ അത് ESD പ്രൊഡ്യൂസ് ചെയ്തതാണോ, ഡാമേജ്ഡ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് നോർമലി നോക്കിയാൽ കാണില്ല. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് ESD ഇവന്റ്സ്? ഫസ്റ്റ്, discharge to the device. A charged object, including a person, is coming in contact with an ESDS item. അതായത് ESD സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഐറ്റം ഇത് കോണ്ടാക്ട് വരുമ്പോൾ എന്ത് സംഭവിക്കാം?
നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ ചാർജ് ഒബ്ജക്റ്റിൽ നിന്ന് ചാർജ് ഫ്ലോ വരാം ഡിവൈസസിലേക്ക്. അതേപോലെ ഡിവൈസിൽ നിന്നും ESD ഐറ്റത്തിലേക്ക് വരാം, അല്ല മറ്റൊരു ഒബ്ജക്റ്റിലേക്ക് വരാം. അതാണ് ഡിസ്ചാർജ് ഫ്രം ദ ഡിവൈസ്. വേറൊരു കണ്ടക്റ്റീവ് ഒബ്ജക്റ്റ് ആയിട്ടോ, അതായത് വേറൊരു പൊട്ടൻഷ്യലുള്ള ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കോണ്ടാക്ട് വരുമ്പോൾ ഡിവൈസസിൽ നിന്നും അങ്ങോട്ട് ഡിസ്ചാർജ് ആവാം. ഇനി അതുപോലെ തന്നെ ഫീൽഡ് ഇൻഡ്യൂസ്ഡ് ഡിസ്ചാർജ്, അതായത് ആൻ ESDS ഐറ്റം മേക്കിംഗ് കോണ്ടാക്ട് വിത്ത് ഗുഡ് ground or another conductive object while exposed to an electrostatic field. അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന ടേബിളിൽ എവിടെയെങ്കിലും ഒരു കറണ്ട് ഫ്ലോ കണ്ടക്ഷനോ നടക്കുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അതിനടുത്ത് ഈ പറയുന്ന കമ്പോണൻസ് വല്ലതും കൊണ്ടുവച്ചാലും നമുക്ക് അവിടെ ഡിസ്ചാർജ് സംഭവിക്കാൻ ഡാമേജ് ഉണ്ടാവാം. ഓക്കെ, ഇനി എന്തൊക്കെ തരം ഡാമേജ് ആണ് ഉണ്ടാവുന്നത്? കറ്റാസ്ട്രോഫിക് ഫെയിലിയർ ഉണ്ടാവും, ലാറ്റന്റ് ഫെയിലിയർ ഉണ്ടാവും. കറ്റാസ്ട്രോഫിക് എന്ന് പറഞ്ഞാൽ ആ ഡിവൈസ് കംപ്ലീറ്റ്ലി, അതായത് പെർമനന്റ് ഡാമേജ് ആവുകയാണ്. ഓക്കെ, ഡ്യൂ ടു എ മെറ്റൽ മെൽറ്റ്, ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ ഓർ ഓക്സൈഡ് ഫെയിലിയർ. നമുക്കറിയാം ഈ ESD എന്ന് പറയുമ്പോൾ വോൾട്ട് കൂടുക അല്ലെങ്കിൽ കറണ്ട് കൂടുന്നതിനനുസരിച്ച് ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ സംഭവിക്കാം, അല്ലെങ്കിൽ മെൽറ്റ് ചെയ്യാം. അങ്ങനെയുള്ള പ്രോസസ്സിലൊക്കെ അതായത് മൊത്തത്തിൽ നശിഞ്ഞു പോവാണത്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് എന്താ പറ്റുക? നമുക്ക് മൊത്തത്തിൽ നശിഞ്ഞു പോയാൽ നമുക്കൊരു ബോർഡ് എവിടെയെങ്കിലും ഷോർട്ട് ആവുക എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ഇൻസ്പെക്ഷൻസ് തന്നെ അത് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അത് ഒരു നമുക്കത് റീപ്ലേസ് ചെയ്താൽ മതി ജസ്റ്റ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഏതെങ്കിലും നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത്, സോൾഡറിങ് നടക്കുന്ന സമയത്ത് തന്നെ നമുക്കത് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്കതൊരു എയർലി സ്റ്റേജിൽ തന്നെ അത് റിപ്പയർ ചെയ്യാനൊക്കെ സാധിക്കും. പക്ഷെ ലേറ്റന്റ് ഫെയിലിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീഗ്രേഡ് ചെയ്തു പോകുന്ന ഒരു ഫെയിലിയർ ആണ്. അതായത് എൻ്റെ വർക്കിംഗ് ഡീഗ്രേഡ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു ESD അല്ലെങ്കിൽ ഒരു ഡിസ്ചാർജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് കണ്ടിന്യൂസ്ലി പെർഫോം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. നമുക്ക് നോർമലി അത് ഇൻസ്പെക്ട് ചെയ്താൽ മനസ്സിലാവില്ല. പക്ഷേ ഈ ഇവൻച്വലി അത് ഫെയിലിയർ ആവാൻ തുടങ്ങും. ഒരു പെർമനന്റ് ഫെയിലിയർ ഇവൻച്വലി അല്ലെങ്കിൽ ഒരു ഇന്റർമിറ്റന്റ് ഫെയിലിയേഴ്സ് അവിടെ പോസിബിൾ ആണ്. പക്ഷെ അങ്ങനെ നടക്കുമ്പോൾ ഇടയിൽ നമ്മളിത് മാനുഫാക്ചർ ഒക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സോൾഡറിങ് ഒക്കെ ചെയ്യുന്നതിന്റെ ഇടയിൽ നമുക്ക് ആദ്യം നോക്കുമ്പോൾ കമ്പോണൻസിന് കുഴപ്പമൊന്നുമില്ല, നമ്മളത് മാനുഫാക്ചർ ചെയ്ത് വിട്ടു. അതിനുശേഷം കുഴപ്പമുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ ഡിറ്റക്ട് ചെയ്യാനും അത് റിപ്പയർ ചെയ്യാനൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതൊരു കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഡാമേജ് ആണ് ഈ ലേറ്റന്റ് ഫെയിലിയർ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞൊരു ടേം പറഞ്ഞു. അതായത് ഏതൊരു വോൾട്ടേജ് ലെവലിലാണ് ഈ ഡിവൈസ് ഫെയിൽ ആകുന്നത്, ആ ഒരു ഇതാണ്. അതായത് ESD കാരണം ഫെയിൽ ആവുന്നത്, അതിനാണ് നമ്മൾ ഈ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഈ ഒരു ഡിവൈസ് ടൈപ്പുകളും അതിന്റെ ഒരു വോൾട്ടേജ് റേഞ്ചുകളും ആണ് ഈ കാണിച്ചിരിക്കുന്നത്. CMOS 250 to 3000 വോൾട്ട്, OPAMP 190 to 2500 വോൾട്ട്, BMOS 30 to 1800 വോൾട്ട്, MOSFET 100 to 200 വോൾട്ട്, ഗാലിയം ആർസനൈഡ് FET 100 to 300 വോൾട്ട്, EPROM 100 വോൾട്ട്, JFET 140 to 7000 വോൾട്ട്, BJT 380 to 7000 വോൾട്ട്, ഷോർട്ട്കി ഡയോഡ്സ് 300 to 2500 വോൾട്ട്, ഷോർട്ട്കി TTL 1000 to 2500 വോൾട്ട്. അപ്പൊ ഇങ്ങനെ എന്താ പറയാ, സെൻസിറ്റിവിറ്റി ഏതൊരു വോൾട്ടേജ് ലെവലിലാണെന്ന് നമുക്ക് ഈ ഒരു ടേബിൾ വെച്ചിട്ട് ഓരോ ഡിവൈസിന്റെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ പറയുന്ന ജസ്റ്റ് എന്താണ് ESD എന്നും അതിന്റെ ഒരു വോൾട്ടേജ് റേഞ്ച് വരുന്ന എവിടെയൊക്കെയാണ്, ഓരോ ഡിവൈസസിലും എത്രത്തോളം ESD സെൻസിറ്റീവ് ആണ് എന്നുള്ളതൊക്കെ നമുക്കിപ്പോൾ നമ്മൾ കണ്ടു. നെക്സ്റ്റ് ഈ ESD നമ്മൾ കൺട്രോൾ ചെയ്യണം. ഇത് കൺട്രോൾ ചെയ്താലേ ഡാമേജസ് ഒന്നും ഉണ്ടാവാതെ ഒരു പ്രോപ്പർ വർക്ക് അവിടെ നടക്കുള്ളൂ. അപ്പൊ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം എന്നുള്ളത്, അതിനുള്ള മെത്തേഡ്സുകളാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കാൻ പോകും.